നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. അധ്വാനത്തിന്റെ മഹത്വവും അധ്വാനിക്കുന്നവരുടെ അവകാശങ്ങളും ഓർമ്മപ്പെടുത്തി മെയ് ദിനം. വാണിജ്യ സിലിണ്ടർ വില 19 രൂപ കുറച്ചു. ഗാർഹികാവശ്യ സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ വീണ്ടും റെക്കോർഡ്. ചൊവ്വാഴ്ച മാത്രം ഉപയോഗിച്ചത് 113.26 ദശലക്ഷം യൂണിറ്റ്. മുക്കുളിയം പുളിഞ്ചോട് റോഡിൽ രണ്ടിടങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നിർധന കുടുംബാംഗമായ വട്ടനാത്ര സ്വദേശിനിക്ക് സ്നേഹഭവനമൊരുക്കി പെൻഷനേഴ്സ് യൂണിയൻ. കുതിച്ചുയർന്ന സ്വർണ്ണവില തിരിച്ചിറങ്ങുന്നു. പവന് 800 രൂപ കുറഞ്ഞ് 52,440 രൂപയായി. വാർത്തകൾ വിശദമായി. അധ്വാനത്തിന്റെ മഹത്വവും അധ്വാനിക്കുന്നവരുടെ അവകാശങ്ങളും ഓർമ്മപ്പെടുത്തി മറ്റൊരു മെയ് ദിനം കൂടി കടന്നുപോവുകയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ആവശ്യം നേടിയെടുത്ത തൊഴിലാളികളുടെ ഐതിഹാസിക സമര പോരാട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ മെയ് ദിനവും. തൊഴിലിടങ്ങളിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മുൻ തലമുറയുടെ സമര പോരാട്ടങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ തൊഴിലാളി ദിനങ്ങളും കടന്നുപോകുന്നു. 1889 മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിച്ചു. ഷിക്കാഗോയിലെ ഹേമാർക്കറ്റ് കലാപത്തിൻ്റെ സ്മരണയ്ക്കായി ട്രേഡ് യൂണിയനുകളുടെയും സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെയും അന്താരാഷ്ട്ര ഫെഡറേഷനാണ് ആഘോഷങ്ങൾ പ്രഖ്യാപിച്ചത്. 1886 നടന്ന ഈ കലാപത്തെ ഹേമാർക്കറ്റ് അഫയർ എന്നും വിളിക്കുന്നു. 8 മണിക്കൂർ ജോലി സമയം ആവശ്യപ്പെട്ട് സമാധാനപരമായ മാർച്ചായി ആരംഭിച്ച കലാപം പിന്നീട് പ്രതിഷേധക്കാരും പോലീസ് സേനയും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലായി മാറുകയായിരുന്നു. ഈ അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ കേരളത്തിലെ കുടിയേറ്റ തൊഴിൽ സേനയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ നിന്നും തൊഴിൽ തേടി ആദ്യഘട്ടത്തിൽ നമ്മൾ പോയത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു. ഇന്നിപ്പോൾ ലോകത്തെ 182 രാജ്യങ്ങളിലും മലയാളികളുണ്ട്. നോർക്ക റൂട്ട്സിൻ്റെ കേരള പ്രവാസികളുടെ കണക്കാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നൈപുണ്യമില്ലാത്ത അർദ്ധ നൈപുണ്യമുള്ള തൊഴിലാളികളാണ് 70കളിൽ തൊഴിൽ തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കുടിയേറ്റ തൊഴിൽ സേനയിൽ വിവിധ തൊഴിലുകളിൽ നൈപുണ്യമുള്ളവരും അതിനൈപുണ്യമുള്ളവരുമാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമിട്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നും അന്യനാടുകളിലേക്ക് ആളുകൾ ചേക്കേറിയിരുന്നത്. എന്നാൽ ഇന്ന് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൂടി സ്വന്തമാക്കാനാണ് നമ്മുടെ നാടുപേക്ഷിച്ച് യുവാക്കൾ പറക്കുന്നത്. മെയ് ദിനത്തിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. CITU ജില്ലാ ട്രഷറർ ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AV ചന്ദ്രൻ അധ്യക്ഷനായി. വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ TK ഗോപി, PC ഉമേഷ്, PB വാസുദേവൻ നായർ, CU പ്രിയൻ, ഫ്രെഡി K താഴത്ത് എന്നിവർ പ്രസംഗിച്ചു. സഹോദര്യത്തിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങളും മെയ് ദിന ആശംസകളും ഈ അവസരത്തിൽ CITU വേണ്ടി, ജില്ലാ ഘടകത്തിന് വേണ്ടി ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ് മുഴുവൻ പേരെയും. മെയ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തലോർ INTUC യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്തരത്തിക്കര ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി KV പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. ജോസ് തൃശൂക്കാരൻ, യൂണിയൻ ലീഡർ ബാലകൃഷ്ണൻ, അജികുമാർ തലോർ, KD ബാബു എന്നിവർ പ്രസംഗിച്ചു. 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉല്ലാസം എന്ന ലോകം അംഗീകരിച്ച നിയമം ഇപ്പോഴും പല തൊഴിലാളികൾക്കും ലഭിക്കുന്നില്ലെന്നും കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികളെ അടിമകളെ പോലെ ആക്കാനുള്ള പുതിയ നിയമങ്ങളുമായി വരുന്നത് അപകടമാണെന്നും നേതാക്കൾ ആരോപിച്ചു. കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾക്ക് തീപിടിച്ചപ്പോൾ ജീവൻ തൃണവൽഗണിച്ച് രക്ഷാപ്രവർത്തനം നടത്തി. സമൂഹത്തിന് മാതൃകയായവരെ JCI ഇരിഞ്ഞാലക്കുടയും ആളൂർ ജനമൈത്രി പോലീസും ചേർന്ന് ആദരിച്ചു. കല്ലേറ്റുങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും നാട്ടുകാരുമായ 12 പേരെയാണ് ആദരിച്ചത്. മെയ് ദിനത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ആദരണ സമ്മേളനം ആളൂർ SI U രമേശ് ഉദ്ഘാടനം ചെയ്തു.
ഇരിങ്ങാലക്കുട JCI പ്രസിഡന്റ് ലിയോ പോൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സഞ്ജു പട്ടത്ത്, മുൻ പ്രസിഡന്റുമാരായ ടെൽസൺ കോട്ടോളി, ഹോബി ജോളി, സിജോ പട്ടത്ത്, ഡയസ് കാരത്രക്കാരൻ, വെള്ളിക്കുളങ്ങര ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, KK സലിം എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ SI നവീൻ ഷാജ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI TR ബാബു എന്നിവർ നേതൃത്വം നൽകി. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ബിജുകുമാർ, KK ജിനേഷ്, JCI ഭാരവാഹികളായ ഡിബിൻ അബൂക്കൻ, ജോമി ജോൺ, പോളി തെക്കുംപുറം, ജീവകാരുണ്യ പ്രവർത്തകൻ ഏലിയാസ് തടത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് കല്ലേറ്റുങ്കരയിൽ ഇരുചക്രവാഹനങ്ങൾക്ക് തീപിടിച്ചത്. ദൂരസ്ഥലങ്ങളിൽ ദിവസേന ജോലിക്ക് പോകുന്ന ട്രെയിൻ യാത്രക്കാരാണ് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള റോഡരികിൽ വാഹനങ്ങൾ വെച്ചു പോകുന്നത്. തീ പടർന്ന വാഹനങ്ങൾ കത്തുന്നത് കണ്ട പലരും നോക്കി നിന്നെങ്കിലും സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും നാട്ടുകാരുമായ 12 പേർ ചേർന്നാണ് 25-ലേറെ ഇരുചക്ര വാഹനങ്ങൾ തീയിൽ നിന്ന് രക്ഷിച്ചത്. ഞാൻ ഈ ഇരിങ്ങാലക്കുടയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറിച്ച് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. പിന്നെ നമുക്ക് കഴിഞ്ഞ 22-ാം തീയതി 22/4 ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം പെട്ടെന്ന് ഏകദേശം ഈ സമയം ഒരു 11 മണിയോടുകൂടി പെട്ടെന്ന് പോകാൻ വരുന്ന ദേഷ്യത്തിൽ അങ്ങനെ ചെന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇന്ന് ഈ പറഞ്ഞ അവിടെ കല്ലേറ്റിൽ കൂടി നിന്ന ഓട്ടോ തൊഴിലാളികൾ വലിയൊരു ദുരന്തങ്ങൾ അല്ലെങ്കിൽ വലിയൊരു സമൂഹമായിട്ട് ബന്ധപ്പെട്ട് മാതൃകപരമായ പ്രവർത്തനം കാഴ്ച വെച്ചവരാണ് ഈ പറയുന്ന 12 പേരും. ഞാൻ CA സാറിനെ ഞാനും ടെൽസനെ കണ്ടിരുന്നു. അതുപോലെ ഇവിടെ ജനമൈത്രിയുടെ ആളെ കണ്ടിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോ ആദ്യം ഞങ്ങൾ എടുത്ത വണ്ടി ഹാൻഡ് ലോക്ക് ആയിരുന്നു. നമ്മൾ പിന്നെ എടുക്കണ്ടെന്നുള്ള എനിക്ക് നിന്നറിഞ്ഞത് വേണ്ട നമുക്ക് വെച്ച് നീക്കാന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടി നീക്കി. പിന്നെ ഒരു സൈഡിൽ ഞങ്ങളൊരു സൈഡിൽ ബാക്കി ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പുറം സൈഡിൽ നീക്കി. രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന് വില കുറച്ചു. വാണിജ്യ സിലിണ്ടറിന്റെ വില 19 രൂപയാണ് കുറച്ചത്. വാണിജ്യ സിലിണ്ടറിന് ചെന്നൈയിൽ വില 1911 രൂപ ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 31.50 രൂപ കുറച്ചിരുന്നു. അതേസമയം ഗാർഹികാവശ്യ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഫെബ്രുവരിയിലും മാർച്ചിലുമായി ഗാർഹികാവശ്യ സിലിണ്ടറിന്റെ വില 42 രൂപ കൂട്ടിയിരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ വീണ്ടും റെക്കോർഡ്. ചൊവ്വാഴ്ച മാത്രം ഉപയോഗിച്ചത് 113.26 ദശലക്ഷം യൂണിറ്റ്. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ വ്യാഴാഴ്ച ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കും. KSEBയുടെ മുന്നറിയിപ്പും ബോധവൽക്കരണവും മറികടന്നുള്ള വൈദ്യുത ഉപയോഗമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് ഉപയോഗവും വർദ്ധിക്കുന്നു. തിങ്കളാഴ്ച 113.15 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപയോഗമെങ്കിൽ ചൊവ്വാഴ്ച ഉപഭോഗം 113.26 ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലെത്തി. ഇതോടെ ജലവൈദ്യുതി ഉൽപാദനവും ബോർഡ് വർദ്ധിപ്പിച്ചു. ചൊവ്വാഴ്ച 221 ദശലക്ഷം യൂണിറ്റ് ജലവൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. പുറത്തുനിന്നും എത്തിച്ചതാകട്ടെ 89.08 ദശലക്ഷം യൂണിറ്റും. ഉപഭോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദ്യുതി ബോർഡ്. ആരോഗ്യവകുപ്പിൽ നിന്നും 30 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച വർഗീസ് തെക്കേത്തലയ്ക്ക് പുതുക്കാട് പൗരാവലി സ്വീകരണം നൽകി. ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായി. ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുൻ മന്ത്രി PP ജോർജിന്റെ സ്മരണയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് വീൽചെയറും പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കും വയോജനങ്ങൾക്ക് പുതപ്പ് വിതരണവും നടത്തി. മുൻ MLA MK പോൾസൺ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, DCC സെക്രട്ടറി സെബി കൊടിയൻ, സ്വാഗത സംഘം കൺവീനർ ഷാജു കാളിയങ്കര, പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TS രാജു, CPM ലോക്കൽ സെക്രട്ടറി MA ഫ്രാൻസിസ്, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് എന്നിവർ സന്നിഹിതരായി. റിട്ടയറായി എന്ന് കേൾക്കാനായിട്ട് വലിയ താല്പര്യമുള്ള ഒരാളല്ല. കാരണം ഞാൻ KSU പ്രവർത്തനമായിരിക്കുന്ന സമയത്ത് ടീച്ചറായിട്ട് പരിചയമുണ്ട്. നമുക്കറിയാം, ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ദുരനുഭവങ്ങളാണ് ഉണ്ടാവാറ്. തൻ്റെ അഭിപ്രായം രൂപപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പ്രമേയത്തിലോ ചോദ്യങ്ങളിലൂടെയോ അത് ഉന്നയിക്കപ്പെടുകയും അതനുസരിച്ച് അത് നേടിയെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൗരാവലി ബോർഡിൽ കാണിച്ചതുപോലെ പഞ്ചായത്തും പ്രാദേശികമായ ആട്ടുകാടും
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒരു സമൂഹം ഒരു യാത്രയയപ്പും ഒപ്പം തന്നെ കൂടുതൽ പൊതുരംഗത്തേക്കുള്ള സ്വീകരണവും രണ്ടും കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സെക്രട്ടറിയുടെ ജീവിതത്തിൽ അങ്ങേറ്റൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഞാൻ കാണുമ്പോഴൊക്കെ എന്നോട് പറയുന്നത് എൻ്റെ അമ്മ ഇവരാണ്. മുപ്ലിയം പുളിഞ്ചോട് റോഡിൽ രണ്ടിടങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ലിറ്റർ കണക്കിന് ശുദ്ധജലം പാഴാകാൻ തുടങ്ങി ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയായില്ല. കുഞ്ഞക്കര ഭാഗത്തേക്ക് വെള്ളം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് വാൽവ് മാറിയിരുന്നു. ഇതാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പുളിഞ്ചോട് ജംഗ്ഷന് സമീപത്ത് 4 മാസമായി വൻതോതിലാണ് ജലം പാഴാകുന്നത്. 3 തവണ ചോർച്ചയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചെങ്കിലും ചോർച്ച തടയാനായില്ല. ചോർച്ച സംഭവിച്ച വിവരം അധികൃതരെ അറിയിച്ചപ്പോൾ കരാർ തൊഴിലാളികൾ സമരത്തിലാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് മുപ്ലിയം സ്വദേശിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ KG രവീന്ദ്രനാഥ് പറഞ്ഞു. റോഡിലൂടെ സഞ്ചരിക്കുന്നവരുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിക്കുന്നതും ഇവിടെ പതിവാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലൂടെ വെള്ളം ഒഴുകുന്നത് വ്യാപാരികൾക്കും തലവേദനയാകുന്നുണ്ട്. വേനൽ ചൂടിൽ വെള്ളത്തിനായി ജനങ്ങൾ പരക്കം പായുമ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമായി നടത്താത്ത ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നിർധന കുടുംബാംഗമായ വട്ടനാത്ര സ്വദേശിനിക്ക് സ്നേഹഭവനമൊരുക്കി പെൻഷനേഴ്സ് യൂണിയൻ. KSSPU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ 7 ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചാണ് അളഗപ്പ് നഗർ വട്ടനാത്രയിൽ രാധയ്ക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ താക്കോൽ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. തങ്കം അധ്യക്ഷത വഹിച്ചു. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തെയ്യാലയ്ക്കൽ കോൺട്രാക്ടർ സാങ്കിനുള്ള ഉപഹാരം സമർപ്പിച്ചു. KSSPU അംഗത്വ വിതരണോദ്ഘാടനം ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ, ജോയ് സി ജോയ് ചെതലൻ എന്നിവർക്ക് നൽകി നിർവഹിച്ചു. യോഗത്തിൽ K. രാജേശ്വരി, AP ജോസ്, K. ചന്ദ്രമോഹൻ, ആരിഫ ബി, M. തുളസി, ഗോപിനാഥൻ, ജോസഫ് മുണ്ടശ്ശേരി, രാമചന്ദ്രൻ, KM ചന്ദ്രൻ, PS പ്രിജു, CK ആനന്ദകുമാരൻ, T. ബാലകൃഷ്ണ മേനോൻ, KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, KM ശിവരാമൻ, K. സുകുമാരൻ, MK ശാന്തകുമാരി, ഫ്രാങ്കോ G. മഞ്ഞളി, T. രാജശേഖരൻ, PV ശാർഗദൻ, VP ശോഭനകുമാരി, AV ജോൺസൺ, PV പത്മനാഭൻ, P. മനോജ് കുമാർ, നടുവിൽ രാധ, TA വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. ഈ അവധിക്കാലം മക്കൾക്ക് ആസ്വാദ്യകരവും ആഹ്ലാദപൂർണവും ആക്കുന്നതിനൊപ്പം ഒരു ജീവൻ രക്ഷാ മാർഗം പരിശീലിപ്പിക്കാനുള്ളത് കൂടിയാക്കി മാറ്റി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ രക്ഷിതാക്കൾ. നീന്തൽ പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിന് മക്കളെ ശിക്ഷപ്പെടുത്തിക്കൊണ്ടാണ് 10 ദിവസത്തേക്കുള്ള നീന്തൽ പരിശീലനം വിദ്യാലയം സംഘടിപ്പിച്ചത്. 18 വർഷമായി ആയിരക്കണക്കിന് പേരെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധ പരിശീലകനാണ് ഹരിലാൽ. കുഴിക്കാട്ടുശ്ശേരിയിലെ മഷക്കുളത്തിലായിരുന്നു പരിശീലനം. നീന്തൽ അറിയാത്ത കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും നീന്തൽ പഠിച്ചു എന്നത് ഈ പരിശീലനത്തെ വ്യത്യസ്തമാക്കി. മുങ്ങിമരണങ്ങളും കേരളത്തെ ഗ്രസിച്ച പ്രളയവുമാണ് ഈ അവധിക്കാലം നീന്തൽ പരിശീലന കാലമാക്കാൻ രക്ഷിതാക്കളെ പ്രേരിപ്പിച്ചത്. എഴുത്തുകാരനും ബ്ലോഗറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സജീവ് എടത്താടൻ നീന്തൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി. PTA പ്രസിഡന്റ് KS സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VR മനോജ്, CB സുരേഷ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബിൻ M. തോമസ്, സ്റ്റാഫ് സെക്രട്ടറി PU സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു. മുങ്ങല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരെ കാണുമ്പോഴേ ഇവരൊക്കെ എന്റെ അതേപോലെയാണ്. ഞാനിപ്പോ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ച് കളറൊക്കെ വെച്ച് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നൊരു സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണ്ട് ഇപ്പൊ ഒരു വ്യത്യാസം ഞാൻ ഇവരുടെ പോലെയൊക്കെ തന്നെ ആയിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഭയങ്കര മുങ്ങൽ വിദഗ്ധനായിരുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഈ നീന്തൽ പരിശീലനത്തിൽ കുളത്തിലിറങ്ങിൽ തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഈ നീന്തൽ പരിശീലനത്തെ വ്യത്യസ്തമാക്കുന്നത്. വേണാട് എക്സ്പ്രസിന് ഇനി മുതൽ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. പകരം എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തുക. സൗത്ത് സ്റ്റേഷനിൽ എത്തേണ്ട യാത്രക്കാർ തൃപ്പൂണിത്തറയിലോ ടൗൺ സ്റ്റേഷനിലോ ഇറങ്ങി യാത്രയ്ക്കായി ബദൽ മാർഗം ഉപയോഗിക്കേണ്ടി വരും. എഞ്ചിൻ മാറ്റാൻ വേണ്ടിവരുന്ന അധിക സമയം, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളുടെ ലഭ്യതക്കുറവ് എന്നിവയാണ് വേണാട് എക്സ്പ്രസ് നോർത്ത് വഴി മാത്രമാക്കാനുള്ള കാരണം. എന്നാൽ സൗത്ത് സ്റ്റേഷനിലെ സ്റ്റോപ്പ് ഒഴിവാക്കിയത് ജോലിക്കും മറ്റും എറണാകുളത്തെത്തുന്ന സ്ഥിരം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നുണ്ട്. കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും മെയ് 10 നടക്കും. രാവിലെ 5:30 മഹാഗണപതി ഹോമം, തുടർന്ന് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആരംഭിക്കും.
8:30 പൊങ്കാല സമർപ്പണം, 9:30 ശിവേലി എഴുന്നള്ളിപ്പ്, 10:30 മുതൽ 1:30 വരെ പ്രസാദൂട്ട് എന്നിവയാണ് മറ്റു പരിപാടികൾ. ക്ഷേത്രം തന്ത്രി അണിമംഗലം വല്ലഭൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും പരിശുദ്ധ എൽദോ മോർ ബസേലിയോസ് ബാവായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതിന്റെ 9ാമത് വാർഷികവും ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മോർ ക്ലിമീസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോയി ടി വർഗീസ്, ഫാദർ ജെയ്സൺ ജോൺ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസംഗം, തിരുശേഷിപ്പ് വണക്കം, കിഴക്കേ കുരിശിങ്കലേക്ക് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ വിതരണം എന്നിവയും നടത്തി. ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ മാത്യൂസ് ജോൺ ഈരാളിൽ, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ലിജു ചിറപ്പുറത്ത്, ബൈജു എളമന, മനോജ് മോളത്ത്, ലിൻസൺ ആച്ചേരിക്കുടിയിൽ എന്നിവർ നേതൃത്വം നൽകി. കുതിച്ചുയർന്ന സ്വർണ്ണവില തിരിച്ചിറങ്ങുന്നു. പവന് 800 രൂപ കുറഞ്ഞ് 52,440 രൂപയായി. ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 6,555 രൂപയാണ് വില. ഏപ്രിൽ 19 സ്വർണത്തിന് സർവകാല റെക്കോർഡ് വീണത്. പവന് 54,520 രൂപയും ഗ്രാമിന് 6,815 രൂപയുമായിരുന്നു അന്നത്തെ വില. ഏപ്രിൽ 2 50,680 രൂപയായിരുന്നു. 17 ദിവസം കൊണ്ട് 4,000 രൂപയോളമാണ് വർദ്ധിച്ചത്. പിന്നീട് ഘട്ടം ഘട്ടമായി 2,080 രൂപ കുറഞ്ഞു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം. അവസരജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തപാൽ വകുപ്പിൽ സ്റ്റാഫ് കാർ ഡ്രൈവർമാരുടെ ഒഴിവുകളുണ്ട് എന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. 27 ഒഴിവുകളാണ് അറിയിച്ചിരിക്കുന്നത്. കർണാടകയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഒഴിവ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും പോസ്റ്റൽ വകുപ്പിന്റെ വെബ്സൈറ്റ് കാണുക. www.indiapost.gov.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മാസം 14 വിവേക് സ്ട്രക്ചേഴ്സിലേക്ക് ജൂനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയർ, ആർക്കിടെക്ചറൽ ആൻഡ് സ്ട്രക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ എന്നിവരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് vivek.ck@gmail.com എന്ന ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പർ വഴിയോ ബന്ധപ്പെടുക. 9562730200. പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. പാക്കിംഗ്, പേസ്റ്റിംഗ്, ഡ്രൈവർ, DTP, റിസപ്ഷൻ, അക്കൗണ്ട്സ് തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട യോഗ്യതകളുള്ളവർ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമുള്ളവർ തീർച്ചയായിട്ടും ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8589077704. അക്കൗണ്ടന്റ് കം സെയിൽസ്മാനെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. ഗൃഹോപകരണ സ്ഥാപനത്തിലേക്കാണ് അക്കൗണ്ടന്റ് കം സെയിൽസ്മാൻ, മെക്കാനിക് എന്നിവരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7907434021 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ആയയെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. ഡേ കെയർ, ബേബി കെയർ സെന്ററിലേക്കാണ് ആയയെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9846670753 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വരന്തരപ്പള്ളിയിലെ ഒരു ഹാർഡ്വെയർ സ്ഥാപനത്തിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. പുരുഷന്മാരെയാണ് ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. സെയിൽസ് വിഭാഗത്തിലേക്കാണ്. പെയിന്റിംഗ് ഷോപ്പിൽ മിക്സിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 2 ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു. 9447530624. മറ്റൊരു നമ്പർ 9447241847. ഇത്രയുമാണ് ഇന്നത്തെ അവസരജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം. ഗ്രന്ഥകാരനായ സുകുമാർ അഴീക്കോടിന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 11 തൃശൂരിൽ വെച്ച് പൊതുജനങ്ങൾക്ക് മലയാളത്തിൽ അഖില കേരള അഴീക്കോട് സ്മാരക പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. നവഭാരത സൃഷ്ടിക്ക് ജനാധിപത്യ ശുദ്ധീകരണത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിലാണ് പ്രസംഗ മത്സരം നടക്കുക.
ഒന്നാം സ്ഥാനത്തിന് 10,000 രൂപയും രണ്ടാം സ്ഥാനത്തിന് 5,000 രൂപയും മൂന്നാം സ്ഥാനത്തിന് 3,000 രൂപയും വിജയികൾക്ക് സർട്ടിഫിക്കറ്റും നൽകും. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി മെയ് 8. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 8075572727. അടുത്ത നമ്പർ 8281314141. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,555 രൂപ, പവന് 52,440 രൂപ. പുലക്കാട്ടുകര എടക്കുളം കളരിക്കൽ ശങ്കരൻ കുറുപ്പ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ സ്നേഹപുരം തെക്കുംപുറം റപ്പായി ജോയിയുടെ ഇളയമ്മ അമ്മിണി ജോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചെങ്ങാലൂർ മാട്ടുമല പുളിക്കൻ പ്രകാശൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചേർപ്പ് എലുവത്തിങ്കൽ റപ്പായുടെയും എൽസിയുടെയും മകൾ ജിൽസി അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ജൻസൺ, ജാൻസി. കല്ലൂർ ഞെള്ളൂർ കനാൽ ബണ്ട് റോഡിൽ മുല്ലയ്ക്കപ്പറമ്പിൽ ദേവകി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗോവിന്ദനാണ് ഭർത്താവ്. സുശീല, ഗിരിജ, അശോകൻ, പരേതരായ ഗോപാലൻ, ചന്ദ്രൻ, ബാബു എന്നിവർ മക്കളും. അജിത, ബാലകൃഷ്ണൻ, കൊച്ചുകുട്ടൻ, ആശ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. അധ്വാനത്തിന്റെ മഹത്വവും അധ്വാനിക്കുന്നവരുടെ അവകാശങ്ങളും ഓർമ്മപ്പെടുത്തി മെയ് ദിനം. വാണിജ്യ സിലിണ്ടർ വില 19 രൂപ കുറച്ചു. ഗാർഹികാവശ്യ സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ വീണ്ടും റെക്കോർഡ്. ചൊവ്വാഴ്ച മാത്രം ഉപയോഗിച്ചത് 113.26 ദശലക്ഷം യൂണിറ്റ്. മുക്കുളിയം പുളിഞ്ചോട് റോഡിൽ 2 ഇടങ്ങളിലായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നിർധന കുടുംബാംഗമായ വട്ടനാത്ര സ്വദേശിനിക്ക് സ്നേഹഭവനമൊരുക്കി പെൻഷനേഴ്സ് യൂണിയൻ. കുതിച്ചുയർന്ന സ്വർണ്ണവില തിരിച്ചിറങ്ങുന്നു. പവന് 800 രൂപ കുറഞ്ഞ് 52,440 രൂപയായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.